ഒരു കോർഡിനേറ്റർ, എറണാകുളം ഒരു കോർഡിനേറ്റർ, അങ്ങനെ നിങ്ങളുടെ റീജിയണൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്തും നിങ്ങൾക്ക് പറയാം. പിന്നെ 8 o'clock എന്നുള്ള ടൈം നമ്മൾ പെർമനൻ്റ് ആക്കി വെച്ചു. കാരണം കുറേ പേരുടെ സജഷൻസ് മാനിച്ചിട്ട് ഈ 8 to 9 എന്നുള്ളത് കുറച്ച് ബെറ്റർ ടൈമാണെന്ന് പറഞ്ഞിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 7:30 എന്നുള്ള ടൈം മാറ്റിയിട്ട് 8 to 9 ആക്കിയത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് കംഫർട്ടബിൾ ആണോ ഈ ടൈം? അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും 7:30 വേണമെന്നുണ്ടോ? ജസ്റ്റ് 8 o'clock ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്നൊരു തംസ് അപ്പ് തന്നെ, അല്ലെങ്കിൽ കമൻസിൽ ഒന്നൊരു ഓക്കെ എന്നോ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് തരണേ. ഓക്കെ ഓക്കെ, നിരഞ്ജനയ്ക്ക് ഫൈൻ, നിരഞ്ജനക്ക് ഓക്കെ പറഞ്ഞു. ദീപ് ശ്രീലക്ഷ്മി ഈസ് ഫൈൻ, ഓക്കെ. ദിയയ്ക്ക് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ ടൈം എല്ലാവർക്കും ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ 8 to 9 പറയുമ്പോൾ നിങ്ങൾക്ക് പ്രെയർ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ പ്രെയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. ഈ ക്ലാസ് കഴിഞ്ഞ് ഡയറക്റ്റ് നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയാൽ മതിയല്ലോ അല്ലേ? ഡിന്നർ കഴിക്കാൻ പോയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ടൈം ഫിക്സ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ November 1st തൊട്ടിട്ട്, November 1st തേഴ്സ്ഡേ ആണ്. അപ്പോൾ തേഴ്സ്ഡേ സ്റ്റാർട്ടിങ് ഫ്രം തേഴ്സ്ഡേ നമുക്ക് വീക്ക്ലി 2 days ക്ലാസ്സസ് ഉണ്ടാവും. എക്സ്ക്യൂസ് മീ സ്റ്റുഡൻസ്, ഒരു സെക്കൻഡ് കേട്ടോ. യെസ് സർ, yes sir, I have joined. Yeah, okay. Yes sir, I will call you after the class sir. Yeah, okay. Yes, okay. Yeah. Yes students, I'm back. So from this week onwards you will be having 2 classes. Okay, so somebody has messaged Vidya. Vidya എന്ന് പറയുന്നവർ വിദ്യ സുരേഷ് ആണോ മെസ്സേജ് ചെയ്തിരുന്നത് ഗ്രൂപ്പിൽ? She has left the meet. Okay. മോട്ടിവേഷൻ ഷ്യൂർ, ഈ ക്ലാസ്സിൽ മോട്ടിവേഷൻ ഞാൻ ആഡ് ചെയ്തിരുന്നു. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ മോട്ടിവേഷൻ നിർത്തി വെച്ചതാണ്. മോട്ടിവേഷൻ എന്ന് പറയാൻ എൻ്റെ മോട്ടിവേഷൻ ആരാ അറിയോ? ഫസ്റ്റ് ഞാൻ അത് പറയട്ടെ. ആസ് എ ടീച്ചർ എൻ്റെ മോട്ടിവേഷൻ, ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഞാൻ ആദ്യം എൻ്റെ ഒരു ഇൻട്രഡക്ഷൻ തരാം. സോ മൈ നെയിം ഈസ് അന്നപൂർണി ആൻഡ് ഐ എം ഫ്രം കാലിക്കറ്റ്, കോഴിക്കോട് നിന്നാണ് ഞാൻ. സോ മിസ് ഇപ്പോൾ 4 years ആയിട്ട് മിസ് സ്പോക്കൺ ഇംഗ്ലീഷ് ട്യൂട്ടറായിട്ടും അതേപോലെ അക്കാഡമിക് ട്യൂട്ടറായിട്ടും ഒക്കെ വർക്ക് ചെയ്യാണ്. ഓക്കെ, മിസ് ഗ്രാജുവേഷൻ കഴിഞ്ഞ തൊട്ട് തന്നെ ഈ ടീച്ചിങ് ഫീൽഡിൽ വന്നതാണ്. ഇപ്പോൾ 4 years ആയി മിസ് ഇപ്പോൾ ഈ ഫീൽഡിലായിട്ട്. അപ്പോൾ എന്താണ്, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഞാൻ BA ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിനോട് ഒരു കുറച്ച് താല്പര്യം കൂടുതലുണ്ട്. പക്ഷേ മിസ് 10th വരെയുള്ള എല്ലാ സബ്ജക്ട്സും ഹാൻഡിൽ ചെയ്യാറുണ്ട്. ട്യൂഷൻ പോലെയൊക്കെ ഞാൻ ഓൺലൈൻ ഫേംസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഫ്രീലാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് ഇഗ്നൈറ്റിംഗ് യങ് മൈൻഡ്സിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ട്യൂട്ടറാണ്. അതേപോലെ തന്നെ ഈ PSC എക്സാംസ്, PSC CUET പോലത്തെ എക്സാംസിനൊക്കെ ആർട്സ്, ദാറ്റ് ഈസ് സോഷ്യൽ സയൻസും ഇംഗ്ലീഷും മിസ്സാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്നെക്കുറിച്ചുള്ളത്. മിസ്സിൻ്റെ ബേസിക് സ്കൂളിംഗ് 7th വരെ മിസ് ചെന്നൈയിലായിരുന്നു പഠിച്ചത്. പിന്നെ ഫ്രം 8th till +2 ഞാനിവിടെ കോഴിക്കോട് സാമുരൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ BA ഞാൻ കോയമ്പത്തൂർ ആണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മിസ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. മിസ് ഹയർ സ്റ്റഡീസിലേക്കൊന്നും പോയിട്ടില്ല, കാരണം ആ UG കഴിഞ്ഞ ആ ടൈമിൽ തന്നെ ടീച്ചിങ്ങിനോടൊരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ മിസ് എഴുതും, മിസ് എന്താ പറയുക, കുറേ ആർട്ടിക്കിൾസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എന്താ പറയുക, ഒരു കുഞ്ഞ് റൈറ്ററും കൂടാണ് ഞാൻ. ഓക്കെ, ഒരുപാട് അങ്ങനെ ഇതിലേക്ക് പോയിട്ടില്ല. ഓണായിട്ടൊരു ബുക്ക് എഴുതണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, അതിൽ വർക്കിലാണ്. ഞാനിപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കായിരിക്കും ഞാൻ എഴുതുന്നത്. ഗ്രാമർ ബേസ് ചെയ്തിട്ട് എഴുതണം എന്നാണ്, ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ അതേപോലെ ഒരു സെൽഫായിട്ട് എന്തെങ്കിലും മോട്ടിവേഷണൽ ആയിട്ടൊരു ബുക്ക്, 2 ബുക്ക് മനസ്സിലുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, മിസ് വർക്ക് ചെയ്യല്ലേ, അപ്പോൾ അതുകൊണ്ട് വർക്കിൻ്റെ ഇടയിൽ കൂടെ ചെയ്യേണ്ട കാര്യമാണല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ തിരക്കിൽ അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് വന്ന കുട്ടികൾക്ക് മോട്ടിവേഷൻ, ആദ്യം തന്നെ എൻ്റെ മോട്ടിവേഷൻ പറയാലോ. എനിക്ക് ആദ്യം എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ പേരൻസ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എൻ്റെ ടീച്ചേഴ്സാണ്. അതിൽ ടീച്ചേഴ്സിൽ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുന്ന ആൾ എൻ്റെ HOD ആണ്. അതായത് ഞാൻ ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ HOD ഡോക്ടർ ആനന്ദി മാഡം ആണ് എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ആൾ. കാരണം അവരാണ് എങ്ങനെ ഒരു സൊസൈറ്റിനെ ഫേസ് ചെയ്യണം കൂടുതലും. അതായത് ഞാൻ ബേസിക്കലി ഗേൾസ് സ്കൂളിൽ പഠിച്ചു 7th വരെ, പിന്നെ കോഎഡിലേക്ക് വന്നു.
കോയിഡിൽ വന്നപ്പോൾ അത്യാവശ്യം ധൈര്യമൊക്കെ കിട്ടി. എന്നാലും ഒരു സൊസൈറ്റീനെ എങ്ങനെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നാളെ ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ, അത് എന്ത് കരിയറോ ആയിക്കോട്ടെ, ടീച്ചിങ് ആയിക്കോട്ടെ, മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, എന്ത് കരിയർ ആണെങ്കിലും നമ്മൾ സൊസൈറ്റിയിൽ എങ്ങനെ നമ്മൾ തലയുയർത്തി നിൽക്കണം, എങ്ങനെ നമ്മൾ ബോൾഡായിട്ട് സ്റ്റേൺ ആയിട്ട് സ്റ്റെബോൺ ആയിട്ട് നിൽക്കണം എന്നുള്ളത് കൂടുതൽ എന്നെ ഇൻസ്പയർ ചെയ്ത് പഠിപ്പിച്ചത് എൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എൻ്റെ അമ്മ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എൻ്റെ അച്ഛൻ, പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ HOD, എൻ്റെ HOD മാഡത്തിനാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. സോ ഡോക്ടർ ആനന്ദി മാഡത്തിന് ഞാനൊരു ടീച്ചർ ആയതിന് പിന്നിൽ ഷീ ഹാസ് എ ഗ്രേറ്റ് റോൾ. ഓക്കെ, അപ്പോൾ എൻ്റെ മോട്ടിവേഷനിലേക്ക് വരികയാണെങ്കിൽ യു സ്റ്റുഡൻസ് ആർ മൈ മോട്ടിവേഷൻ. ബിക്കോസ് നിങ്ങൾ എൻ്റെ ക്ലാസ് വിശ്വസിച്ച് നിങ്ങൾ വരുന്നുണ്ട് അല്ലേ, യു ആർ ട്രസ്റ്റിംഗ് മീ ആൻഡ് യു ഹാവ് ജോയിൻഡ് ദിസ് ക്ലാസ്. പിന്നെ മാത്രമല്ല, ഇതിനു മുമ്പ് ഞാൻ എടുത്ത കുട്ടികളും ഇപ്പോൾ ഞാൻ വേറെയും എടുക്കുന്ന ക്ലാസ്സസിലത്തെ കുട്ടികളും ഒക്കെയാണ് എൻ്റെ മോട്ടിവേഷൻ. ബിക്കോസ് അവരെന്നെ വിശ്വസിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഐ ഹാവ് ടു ഗിവ് മൈ ബെസ്റ്റ് ടു മൈ സ്റ്റുഡൻസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റുഡൻസ് ആണ് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. വിദ്യാ സുരേഷ് ഒന്ന് എക്സിറ്റ് ആയിട്ട് വന്ന് നോക്കൂ, ബിക്കോസ് മൈ വോളിയം ഇസ് ഫുൾ. ഓൾസോ ഞാൻ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് റെഡിയാണ്, നെറ്റ് ഇവിടെ സ്റ്റേബിൾ ആണ് കുട്ടി. ഒന്ന് എക്സിറ്റ് ആയിട്ട് വന്ന് നോക്കൂ. ഓക്കെ, so ma'am, as a 10th grader while I'm studying, after some time I am getting distracted. Okay, ഞാനൊരു കൗൺസിലർ ഒന്നുമല്ല, പക്ഷെ എന്നാലും ഞാനും ഈ 10th ഒക്കെ കഴിഞ്ഞ് വന്ന ഒരാളല്ലേ. ആ ഒരു ഇതിൽ പറയാണ്, നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാണ്. ഇത് എല്ലാവർക്കും ശരിയാവുമോ എന്ന് എനിക്കറിയില്ല. മിസ്സിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻ വരുന്നത് നമുക്കൊരു സബ്ജക്റ്റ് ഒരുപാട് എഫേർട്ട് കൊടുത്ത് പഠിക്കണം എന്ന് വരുന്ന സമയത്തിലാണ്. അതായത് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ചിലവർക്ക് ഇംഗ്ലീഷ് ഇഷ്ടപ്പെടും, ചിലവർക്ക് സയൻസ് ആയിരിക്കും, ചിലവർക്ക് മാത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഒരുപാട് നമ്മളതിൽ മാർക്ക് വാങ്ങണം എന്നുള്ള. മാം ശരിയാ ക്ലിയർ ഇല്ല വോയിസ്, ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. ആം ഐ ക്ലിയർ നൗ? ഇപ്പോൾ ഓക്കെ ആണോ? ഓക്കെ, എന്നാൽ പിന്നെ എൻ്റെ ഹെഡ്ഫോൺസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയില്ല, ഞാനത് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് ബിഫോർ ഗോയിങ് ടു ദറ്റ് മോട്ടിവേഷൻ, ഓക്കെ, എൻ്റെ മോട്ടിവേഷൻ നിങ്ങളെ സ്റ്റുഡൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇപ്പോൾ ഇതിലൊരു കുട്ടി ചോദിച്ചു, ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ കുട്ടി ചോദിച്ച ക്വസ്റ്റ്യന് ഞാൻ ആൻസർ തരാണ്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മൾ റെഡി ആയിരിക്കും. 1/2 an hour, 1 hour, 2 hours ആയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മളിരിക്കും. ചിലപ്പോൾ നമുക്ക് ഫുഡ് പോലും വേണ്ടാതെ തോന്നും, അത്രയും നമ്മൾ അതിലേ ഫോക്കസ്ഡായി ഇൻവോൾവ് ആയി പോകും. നേരെ മറിച്ച് നമ്മളൊക്കെ മനുഷ്യരല്ലേ, എല്ലാ സബ്ജക്റ്റും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഒരാൾക്ക് ഒരു സബ്ജക്റ്റ്, മാക്സിമം 2 സബ്ജക്റ്റൊക്കെ ഫേവറേറ്റ് ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ എനിക്ക് സ്കൂൾ ഡേയ്സിൽ പറയുകയാണെങ്കിൽ എനിക്ക് സോഷ്യൽ സ്റ്റഡീസും പിന്നെ സയൻസുമായിരുന്നു കൂടുതൽ. ഇംഗ്ലീഷിൽ നല്ല സ്കോറൊക്കെ ചെയ്യും, പക്ഷെ സോഷ്യലും സയൻസും ആയിരുന്നു എനിക്ക് കൂടുതൽ. മാത്തിൽ ഞാൻ കുറച്ച് മടിച്ചിയായിരുന്നു, പക്ഷെ എന്നാലും കുറേ വർക്കൊക്കെ ചെയ്തിട്ട് A+ ഒക്കെ കിട്ടി, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഉള്ളിൽ നിന്ന് വരുന്നൊരു ഇഷ്ടം എന്ന് പറയില്ലേ, അതെനിക്ക് സോഷ്യലിനോടും സയൻസിനോടും ആയിരുന്നു. പിന്നെ അത് ഇംഗ്ലീഷിലേയും കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ടാണ് BA എടുത്ത് പഠിക്കാനുള്ളൊരു ചോയ്സ് എടുത്തത്, അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ, അതായത് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം, കുറേ നമ്മൾ അതിലേക്ക് എഫേർട്ട് ഇട്ടാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സബ്ജക്ട്സ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊരു ഡിസ്ട്രാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. മേ ബി ഒരു 15 to 20 minutes പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 1/2 an hour പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്ട്രാക്ഷൻ വരും. അത് നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ, ഒത്തിരി ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഏത് രാത്രിയിൽ വിളിച്ചുണർത്തിയാലും ചോദ്യം ചോദിച്ചാൽ പറയുന്ന ക്വസ്റ്റ്യൻസ്, അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഡിസ്ട്രാക്ഷൻ വരില്ല. പക്ഷേ നിങ്ങളെ നിർബന്ധിച്ച് നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിക്കണം, അല്ലെങ്കിൽ നിർബന്ധം എന്ന് പറയുമ്പോൾ നമ്മളത് പഠിച്ചാലേ നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിലേക്ക് കൂടുതൽ എഫേർട്ട് കൊടുക്കണം അല്ലേ. ഇപ്പം എനിക്ക് എന്താ പറയുക, മാത്സ് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് കൂടുതൽ എഫേർട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്തൊരു ഇഷ്ടമില്ലാണ്ട് ചെയ്യുന്ന പോലെ നമുക്കൊരു ഫീല് വരും. അതുകൊണ്ടാണ് ഒരു 15-20 minutes ഒക്കെ കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ഫീൽ ചെയ്യുന്നത്. ഈ ഡിസ്ട്രാക്ഷൻ വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രോസസ്സാണ്. നമുക്കൊരു ബ്രേക്ക് വേണം. നമ്മുടെ ബ്രെയിൻ പറയാണ് ടേക്ക് എ ബ്രേക്ക്, ഒരു ബ്രേക്ക് എടുക്കൂ എന്ന് നമ്മളോട് പറയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു
ടെക്നിക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഇത് എനിക്ക് സയൻറ്റിഫിക് ആയിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല. പൊമറോഡോ ടെക്നിക്ക് എന്ന് പറയും. പൊമറോഡോ ടെക്നിക്ക്, പൊമോറോഡോ. അതായത് ഈ പൊമറോഡോ ടെക്നിക്ക് പ്രകാരം നിങ്ങൾ 30 മിനിറ്റ്സ് വർക്ക് ചെയ്താൽ 10 മിനിറ്റ്സ് ബ്രേക്ക് കൊടുക്കുക. എങ്ങനെയാണ്? 30 മിനിറ്റ്സ് വർക്ക് ചെയ്താൽ 10 മിനിറ്റ്സ് ബ്രേക്ക് കൊടുക്കുക. ഇപ്പോൾ 30 മിനിറ്റ്സ് ഒരു സബ്ജക്റ്റ് ഇരുന്ന് പഠിച്ചു. ഒരു സബ്ജക്റ്റ് ഒരു ദിവസം 30 മിനിറ്റ്സ് ഇരുന്ന് പഠിച്ചാൽ പോരാ. പൊമഡോറോ ടെക്നിക്ക്. ഓക്കെ, പൊമഡോറോ ടെക്നിക്കിൽ 30 മിനിറ്റ്സ് ഇപ്പോൾ നിങ്ങൾ ആദ്യം സയൻസ് എടുത്തു, പഠിച്ചു, ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് കൊടുക്കൂ. 5 മിനിറ്റ് പോരാ, സ്റ്റാർട്ടിങ്ങിൽ 10 മിനിറ്റ് കൊടുക്കൂ, തെറ്റില്ല. 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അഗെയിൻ അടുത്ത 30 മിനിറ്റ്സ് പഠിക്കുക. സെയിം സബ്ജക്റ്റ് വേണമെങ്കിൽ സെയിം പഠിക്കാം, ഓർ ഇഫ് യു വോണ്ട് ടു ചൂസ് അനദർ സബ്ജക്റ്റ് യു ക്യാൻ ചൂസ് അനദർ സബ്ജക്റ്റ് ഓൾസോ. ബട്ട് സെയിം സബ്ജക്റ്റ് ആയിരിക്കും ബെറ്റർ. അപ്പോഴേ നിങ്ങളുടെ ഒരു പേസ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നത്. മറ്റേത് ഫസ്റ്റ് ഹാഫ് ആൻ അവർ സയൻസ് പഠിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് ഹാഫ് ആൻ അവർ പറയുമ്പോൾ പെട്ടെന്ന് പോകും അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു സബ്ജക്റ്റ് 1 അവർ ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. ഒരു സബ്ജക്റ്റിന് 1 അവർ ടാർഗറ്റ് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ്സിൻ്റെ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലും നിങ്ങൾ ഫസ്റ്റ് സബ്ജക്റ്റ് തന്നെ ഇരുന്ന് പഠിച്ചു നോക്കുക. എനിക്ക് 10th പഠിക്കുന്ന സമയത്ത് ഈ പൊമഡോറോ ടെക്നിക്ക് എന്താന്ന് പോലും ഞാൻ കേട്ടിട്ടില്ല. ബട്ട് പിന്നീട് ഞാൻ വായിച്ചറിഞ്ഞതാണ്. അപ്പം ഞാനൊക്കെ പറയുമ്പോൾ 45-50 മിനിറ്റ്സ് ഒരുമിച്ചിരുന്ന് പഠിക്കും, പിന്നെ 10 മിനിറ്റ് ബ്രേക്ക് കൊടുക്കും. പക്ഷെ അതിനെക്കാട്ടിലും നല്ലത് എനിക്കിപ്പോൾ ഈ പൊമഡോറോ ടെക്നിക്ക് ആണെന്ന് തോന്നുന്നുണ്ട്. അന്ന് എനിക്കിത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് അപ്ലൈ ചെയ്യായിരുന്നു. ഹാഫ് ആൻ അവർ പഠിച്ചിട്ട് 10 മിനിറ്റ്സ് ബ്രേക്ക്, 30 മിനിറ്റ്സ് പ്ലസ് 10. ഓക്കെ, സോ വാട്ട് ഐ എം ടെല്ലിങ്, ഈ പൊമഡോറോ ടെക്നിക്ക് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും അത് ബെനിഫിഷ്യൽ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഡിസ്ട്രാക്ഷൻ കുറയുന്നുണ്ടോ എന്ന് നോക്കുക. ചെറിയൊരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കുക ശ്രീലക്ഷ്മി. ഓക്കെ, ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് ഞാൻ ശ്രീലക്ഷ്മിയോട് ചോദിക്കും എങ്ങനെയുണ്ട് എന്ന്, ഇപ്പോൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണേ. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങളും കൂടെ ഒന്ന് ചെയ്തിട്ട് ലെറ്റ് മീ നോ. നോട്ട് ഓൺലി ശ്രീലക്ഷ്മി, നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കൂ. ഡിസ്ട്രാക്ഷൻ ഫീൽ ചെയ്യുന്നവരെല്ലാ കുട്ടികളും ചെയ്ത് നോക്കൂ. ആൻഡ് ലെറ്റ് മീ നോ ഹൗ യു ആർ ഫീലിംഗ് ദാറ്റ് ആഫ്റ്റർ 2 വീക്സ്. നെക്സ്റ്റ് വീക്ക് ചോദിച്ചാൽ ചിലപ്പോൾ അത് ശരിയായി എന്ന് വരില്ല. ഒരു 14 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. ഓക്കെ, ഫൈൻ. സോ ഞാൻ മോട്ടിവേഷൻ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യാറുള്ള ആളൊന്നല്ല. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഞാൻ അഡ്വൈസ് ചെയ്താൽ ബോറടിക്കും. മോട്ടിവേഷൻ ഇത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങൾക്ക് എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒരു എയിം വെച്ച് പഠിക്കുക. ഒരു ഗോൾ വേണം ലൈഫിൽ. നമുക്ക് എന്താണ് ഒരു ഗോൾ വേണം. അതായത് നമുക്ക് ഇന്നതാവുമ്പോൾ പഠിക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ട്, ഉറക്കം വരില്ല. ഇൻട്രസ്റ്റോടെ പഠിക്കൂ, ഉറക്കം വരില്ല. താല്പര്യമെടുത്ത് പഠിക്കൂ. നിങ്ങൾക്കൊരു ഗോൾ, ഫസ്റ്റ് സെറ്റ് എ ഗോൾ. എന്താവണം ലൈഫിൽ എന്നൊരു ഗോൾ സെറ്റ് ചെയ്യൂ. ഓക്കെ, ഒരു ഷോർട്ട് ടേം ഗോളെങ്കിൽ അറ്റ്ലീസ്റ്റ് സെറ്റ് ചെയ്യൂ. 10th എനിക്ക് ഫുൾ A+ കിട്ടണം, അതൊരു ഷോർട്ട് ടേം ഗോളാണ്. What is the difference between short term goal and long term goal? Short term goal and long term goal. Do you know the difference? നമ്മുടെ ambition ആണ്. ഓക്കെ, ഗോൾ പറഞ്ഞ ambition ആണ്. ഓക്കെ, അതിൽ ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെറിയ പീരീഡിൻ്റെ ഉള്ളിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയേഴ്സ് 6 മന്ത്സ് ഈ ഒരു ചെറിയ പീരീഡിൻ്റെ ഉള്ളിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഷോർട്ട് ടേം ഗോൾ എന്ന് വിളിക്കാം. വെറാസ് നിങ്ങൾക്കിപ്പോൾ ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ആവണം എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ഈസ് എ ലോങ് ടേം ഗോൾ. ബിക്കോസ് മെഡിസിന് ചേരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ 10th പാസ്സാവണം, പിന്നെ നിങ്ങൾ +1 +2 കംപ്ലീറ്റ് ചെയ്യണം, എൻട്രൻസ് പാസ്സാവണം, പിന്നെ പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ 5 ഇയേഴ്സിൻ്റെ MBBS ഉണ്ട്, പിന്നെ 2 ഇയേഴ്സ് നിങ്ങൾ MD ചെയ്യേണ്ടി വരും അല്ലേ. വെറും MBBSന് ഇപ്പോൾ ദർ ഇസ് നോ വാല്യൂ ഫോർ പ്ലെയിൻ MBBS. അപ്പോൾ MD ചെയ്യണം. സോ ടോട്ടലി 10 ഇയേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ ലോങ് ടേം ഗോൾ. അപ്പോൾ ഷോർട്ട് ടേം ഗോൾസ് ആദ്യം സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ പഠിക്കുക. ദാറ്റ് ഈസ് ദ മോട്ടിവേഷൻ ഫോർ ടുഡേയ്സ് ക്ലാസ്. ഒരു കാര്യം ചെയ്യാം, എല്ലാ ക്ലാസ്സും ഞാൻ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ വെച്ചിട്ട് തരാം. അപ്പോൾ എന്താണ്, ഷോർട്ട് ടേം ഗോൾസ് ലൈഫിൽ സെറ്റ് ചെയ്യാൻ പഠിക്കുക. ഷോർട്ട് ടേം ഗോൾസും പിന്നെ അതേപോലെ തന്നെ ഈ പൊമഡോറോ ടെക്നിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ദാറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. ഓൾറൈറ്റ്, സോ ഐ തിങ്ക് മോട്ടിവേഷൻ ഇസ് ഇനഫ് എന്ന് തോന്നുന്നു. ക്യാൻ വി സ്റ്റാർട്ട് ദ ക്ലാസ്? എനിവേ സ്ട്രെങ്ത് ഉണ്ട്.
അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ വി ആർ അബൌട്ട് ടു കംപ്ലീറ്റ് ടെൻസസ് ടുഡേ. അപ്പോൾ നമ്മൾ ടെൻസസിൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിയിരുന്നത്. ടുഡേ വി നീഡ് ടു ചെക്ക് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ. പിന്നെ ഒരു കാര്യം, ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഹാർഷായിട്ട് എനിക്കൊരു വോയിസ് മെസ്സേജ് ഇടേണ്ടി വന്നു ഗ്രൂപ്പിൽ. അതായത് ഹോംവർക്ക് തന്നാൽ മക്കളെ നിങ്ങൾ ഈ ചാറ്റ് GPT പോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാം, തെറ്റില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്നതിൽ ദർ ഇസ് നത്തിങ് റോങ്, ബട്ട് യു ഷുഡ് നോട്ട് കംപ്ലീറ്റ്ലി കോപ്പി ആൻഡ് പേസ്റ്റ് ഇറ്റ് ഇൻ ദ ഗ്രൂപ്പ്. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. അതർവൈസ് ദർ ഇസ് നോ മീനിങ്, ദർ ഇസ് നത്തിങ് ദാറ്റ് ഇസ് സ്പെഷ്യൽ. അതാണ് പറയുന്നത്. ഇപ്പോൾ ഇതേപോലെ ഞാനൊരു ക്വസ്റ്റ്യൻ തന്നു. ഇതാണ് ഞാൻ തന്ന ക്വസ്റ്റ്യൻ. ഐ വാക്ക് എവറി ഡേ. ഓക്കെ, ഐ വാക്ക് എവറി ഡേ എന്ന് പറയുന്ന ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിലത്തെ സെൻറ്റൻസ് ആണ് ഞാൻ തന്നത്. അപ്പം നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യണം? ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും പറയും നോട്ട് എഴുതി വെക്കണം. അപ്പോൾ ആ സ്ട്രക്ചർ നോക്കിയിട്ട് വേണം നിങ്ങൾ ഓണായിട്ട് ഒരു പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഫോണിൽ തന്നെയാണെങ്കിലും കുഴപ്പമില്ല, കൺവേർട്ട് ചെയ്ത് നിങ്ങൾ മെല്ലെ ചെയ്യണം. നിങ്ങൾ ടൈം എടുത്ത് ചെയ്താലും കുഴപ്പമില്ല, മെല്ലെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി ചെയ്യണം. മറ്റേത് ഞാൻ ഈ തന്ന ക്വസ്റ്റ്യൻ അങ്ങനെ ചാറ്റ് GPTയിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിൽ കിട്ടിയ ആൻസറിന് അങ്ങനെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ ആർക്കാ ബെനിഫിറ്റ്? എനിക്കാണോ അല്ല നിങ്ങൾക്കാണോ? ആർക്കും ബെനിഫിറ്റ് ഇല്ല. അത് ആ 5 മിനിറ്റോടെ കഴിഞ്ഞു. അതല്ലല്ലോ നമ്മുടെ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. എന്താ? നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ? അതല്ലേ എനിക്ക് അറിയേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ചാറ്റ് GPTനെയോ ഗൂഗിളിനെയോ ആരെ വേണമെങ്കിലും ഡിപ്പെൻഡ് ചെയ്തോളൂ. അത് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി യുവർ ഫ്രീഡം. അത് അബ്സല്യൂട്ട്ലി യുവർ ഫ്രീഡം ആണ്. പക്ഷെ അതിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് അത് എടുത്ത് ടൈപ്പ് ചെയ്തെങ്കിലും അയക്കും. ഓക്കെ, അറ്റ്ലീസ്റ്റ് അത് നോക്കി ടൈപ്പ് ചെയ്ത് അയച്ചാലെങ്കിലും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങളത് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. മറ്റേത് അങ്ങനെ ആ ടാബ് കോപ്പി ചെയ്യുക, വാട്സാപ്പിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ആർക്കാണെങ്കിലും ദേഷ്യം വരില്ലേ മക്കളെ? സോ ഫ്രം ദ നെക്സ്റ്റ് ടൈം ഡു നോട്ട് റിപ്പീറ്റ് ദിസ്. ഇത് ഓരോ കുട്ടിക്ക് ഞാൻ പറഞ്ഞതല്ല, ഹോൾ എൻറ്റയർ സ്റ്റുഡൻസിനും ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, സോ ലാസ്റ്റ് വീക്ക് ഞാൻ തന്ന ക്വസ്റ്റ്യന് ആരും ആൻസർ ചെയ്തില്ല. എനിക്ക് വിഷമമുണ്ട്, പക്ഷെ ഇറ്റ്സ് ഓക്കെ. യു ഹാവ് ടു ട്രൈ ഫ്രം ദ നെക്സ്റ്റ് ടൈം. ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷെ ഗ്രൂപ്പിൽ വന്നില്ലല്ലോ. ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിരുന്നോ? അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ കുട്ടി? ഗ്രൂപ്പിൽ അയക്കണ്ടേ? മിസ്സിന് എന്താ പറയാ, മായക്കാഴ്ചയുണ്ടോ? മാളവിക കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മിസ്സിന് അറിയാൻ പറ്റുമോ? ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താലല്ലേ മിസ്സിന് അറിയാൻ പറ്റൂ. ഓക്കെ, എനിക്ക് ഒരു സബ്മിഷനും കിട്ടിയില്ലടാ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യൂ, ഞാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആൻസേഴ്സ് വരുന്നത്. HSS ഏത് സബ്ജക്റ്റ് ആണ് അടുത്തത്? മനസ്സിലായില്ലേ മോളെ എന്താ മീൻ ചെയ്തത്? ഐ വിൽ കം ബാക്ക് ടു യു വിദ്യ. ഓക്കെ, ഞാൻ ലാസ്റ്റിൽ വരാം. ഒരു 5 മിനിറ്റ്സ് നമുക്ക് ടൈം ഉണ്ടാവും, ആ സമയത്ത് ഞാൻ വരാം കേട്ടോ. ഓക്കെ, സോ ഐ വാക്ക് എവറി ഡേ. ഐ വാക്ക് എവറി ഡേ എന്ന് പറയുന്നത് നമ്മൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സോ വെൻ കൺവേർട്ടിംഗ് ടു പ്രസന്റ് കണ്ടിന്യൂസ് ഇറ്റ് ബിക്കംസ് ഐ ആം വാക്കിംഗ് എവറി ഡേ. പ്രസന്റ് പെർഫെക്റ്റിൽ ഐ ഹാവ് വാക്ക്ഡ് എവറി ഡേ. Present perfect continuously I have been walking every day. All right, next moving to simple past tense. I walked every day. Past continuous ambo I was walking every day. Past perfect I had walked every day. And then past perfect continuous it is I had been walking every day. Now moving to simple future. I will walk every day. Future continuously I will be walking every day. Future perfectly I will have walked every day. And future perfect continuously I will have been walking every day. Okay, so this was the homework. Fine. Now questions start ചെയ്തു. Questions നമ്മൾ simple present നോക്കി, present continuous, present perfect continuous, then simple past, past continuous, past perfect continuous, then starting from simple future today. Okay, so I want Malavika, you can read the questions in under simple future tense. Yes, ma'am. Will you go to school?
Will you do it for me? Will you pay the money back? Will he surely pass the interview? Will India win the World Cup? Will you go to the temple tomorrow? Will she attend the test for sure? Will she go to check up regularly? Okay, okay, thank you. So here you can see the questions are all starting with the helping verb will. എല്ലാ ക്വസ്റ്റ്യൻസും വില്ല് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 പ്ലസ് ഓബ്ജെക്റ്റ്. ഓൾറൈറ്റ്, സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 പ്ലസ് ഓബ്ജെക്റ്റ്. അപ്പോൾ വിൽ ഓർ ഷാൽ എന്ന് പറയുന്നതിൻ്റെ ആ ഓക്സിലറി വേർബാണ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും വരുന്നുള്ളൂ. സോ ഹിയർ യു ക്യാൻ സി വിൽ യു ഗോ ടു സ്കൂൾ. അപ്പോൾ അവിടെ വില്ലാണ് ഫസ്റ്റ് ഓക്സിലറി വേർബ്, യു എന്നത് അവിടുത്തെ സബ്ജക്റ്റ്, ഗോ എന്നുള്ളത് വേർബ്, ദെൻ ടു സ്കൂൾ എന്നുള്ളത് ഓബ്ജെക്റ്റ്. സോ വിൽ യു ഗോ ടു സ്കൂൾ? സോ ദ ആൻസർ ഇസ് യെസ്, ഐ വിൽ ഗോ ടു സ്കൂൾ. ഓക്കെ, ദിസ് ഇസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ബട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ പല ടെൻസസിലും ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും നമ്മളിതിന് എങ്ങനെ ഓരോ ടെൻസിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പല 12 ടെൻസസും വെച്ചിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പം നമ്മളിവിടെ പഠിക്കുന്നത് ആൻസേഴ്സ് എഴുതാനല്ല, ക്വസ്റ്റ്യൻ ഫോം ചെയ്യാനാണ് പഠിക്കുന്നത്. ഓക്കെ, യാ. നെക്സ്റ്റ് ഇസ് വിൽ യു ഡു ഇറ്റ് ഫോർ മീ. വിൽ യു ഡു ഇറ്റ് ഫോർ മീ എന്ന് പറഞ്ഞാൽ നീ ഇത് എനിക്ക് വേണ്ടി ചെയ്യോ? യെസ്, ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. ആൻസർ ആയിട്ട് ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ യെസ്, ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. വിൽ യു പേ ദ മണി ബാക്ക്? ഐ വിൽ പേ ദ മണി ബാക്ക്. Will he surely pass the interview? Yeah, he will surely pass the interview. Will India win the World Cup? India will win the World Cup. Will you go to the temple tomorrow? I will go to the temple tomorrow. Will she attend the test for sure? Yes, she will attend the test for sure. And the last one is, will she go to checkup regularly? Yes, she will go to the checkup regularly. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസേഴ്സ് നമ്മൾ യെസ് ഓർ നോ എന്ന് പറഞ്ഞാലും മതി. ബട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യണം? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന് എങ്ങനെ ക്വസ്റ്റ്യൻ ഫോർമേഷൻ ചെയ്യണം? ഓൾവേസ് സ്റ്റാർട്ട് ദ ക്വസ്റ്റ്യൻ വിത്ത് എ ഹെൽപ്പിംഗ് വേർബ്. ഹെൽപ്പിംഗ് വേർബിൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ സബ്ജക്റ്റ്, വേർബ് ആൻഡ് ഓബ്ജെക്റ്റ്. അപ്പോൾ SVO എന്നത് ഇവിടെ നിൽക്കട്ടെ, അതിന് മുമ്പ് ഒരു ഓക്സിലറി വേർബ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഹെൽപ്പിംഗ് വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഓബ്ജെക്റ്റ്. ദിസ് ഇസ് ദ പാറ്റേൺ ഫോർ എനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, എനി ടെൻസ്. ആ ടെൻസിനനുസരിച്ച് ആ ഓക്സിലറി വേർബ് മാറും. ഇപ്പോൾ ഡു, ഡസ് ഒക്കെ യൂസ് ചെയ്താൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്, ഡിഡ് യൂസ് ചെയ്താൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, വില്ല് യൂസ് ചെയ്താൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. പക്ഷേ ഇവരൊക്കെ ഓക്സിലറി വേർബ്സ് തന്നെയല്ലേ? അപ്പോൾ ഏത് ഓക്സിലറി വേർബ് വെച്ച് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്താലും അത് എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, WH ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ പറയും അല്ലേ? ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ടിങ് വിത്ത് WH വേർഡ്സ് ലൈക്ക് വാട്ട്, വിച്ച്, വെൻ, ഹൂ, ഹൂസ് ഒക്കെ. WH questions are also called open-ended questions. എന്താണ് open-ended questions? Yes or no questions എന്ന് ഇവരെ പറയുന്ന പോലെ അവർക്കൊരു പേരുണ്ട്, open-ended questions. Why are they called so? Open-ended, ആ പേരിൻ്റെ മീനിങ് എന്തായിരിക്കും അവിടെ? Open-ended എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ലിമിറ്റേഷൻ ഇല്ല. അതായത് ഇപ്പം ഞാൻ സ്മോൾ എക്സാമ്പിൾ പറയും. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ഞാൻ ചോദിക്കുമ്പോൾ മാളവിക വിൽ ടെൽ മൈ നെയിം ഈസ് മാളവിക, ഷിക്ക വിൽ ടെൽ മൈ നെയിം ഈസ് ഷിക്ക, ജിയ വിൽ ടെൽ മൈ നെയിം ഈസ് ജിയ. സോ ദ ആൻസർ വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ, ഇന്നതേ പറയാൻ പാടുള്ളൂ ഇല്ല, അവിടെ വേരി ആയിക്കൊണ്ടേയിരിക്കുകയാണ് ആൻസർ. സോ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ആൻസേഴ്സ് നമുക്ക് കിട്ടും. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓപ്പൺ എൻഡ് ആണ്, ആൻസേഴ്സ് ആർ ഓപ്പൺ ടു ഡിഫറെൻറ്റ് പീപ്പിൾ. വേറെസ് ഇത് അങ്ങനെയല്ല. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന് ഒന്നിലെ യെസ് അല്ലെങ്കിൽ നോ, ഇതല്ലേ ആൻസർ തരാൻ പറ്റുള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ യെസ്, നെഗറ്റീവ് ആണെങ്കിൽ നോ. അതുകൊണ്ട് മറ്റേ WH ക്വസ്റ്റ്യൻസിനെ നമുക്ക് എന്ത് പറയാം? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഓൾ റൈറ്റ്. സോ നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. സോ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? സോ ഫസ്റ്റ് സ്ട്രക്ചർ ഓർത്ത് നോക്കാം. സബ്ജക്റ്റ് പ്ലസ്
will or shall be plus v1 plus ing plus object. അപ്പോൾ ഇവിടെ വില്ലിലോ ഷാലിലോ സ്റ്റാർട്ട് ചെയ്യും ക്വസ്റ്റ്യൻ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് v1 പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ് അങ്ങനെയായിട്ട് മാറും. ഓക്കെ, സോ അനന്യ, can you read the questions, dear? Yes, teacher. Yeah. Will you be working tomorrow? Will he be attending the meeting? Will Rani be traveling at night? Will Rajiv be teaching maths? Will Anu be busy today? സോ വിൽ യു ബി വർക്കിംഗ് ടുമോറോ. അപ്പോൾ അവിടെ വില്ലാണ് വീണ്ടും സ്റ്റാർട്ടിങ്. ഫ്യൂച്ചർ ടെൻസിനൊക്കെ വില്ലാണ് സ്റ്റാർട്ടിങ്ങിൽ വരിക. പിന്നെ സബ്ജക്റ്റ് വന്നു, വേർബിന് തൊട്ട് മുമ്പ് ബി വന്നു, ബി. ഓക്കെ, അപ്പോൾ വിൽ യു ബി, പിന്നെ v1 പ്ലസ് ing, ഫ്യൂച്ചർ കണ്ടിന്യൂസ് അല്ലേ, അപ്പോൾ v1 പ്ലസ് ing പ്ലസ് ടുമോറോ എന്നുള്ളത് നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ടോ അഡ്വേർബ് ആയിട്ടോ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, സോ ആൻസർ ഇസ് യെസ്, ഐ വിൽ ബി വർക്കിംഗ് ടുമോറോ. ഞാൻ എല്ലാത്തിനും പോസിറ്റീവ് ആൻസേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, കാരണം നെഗറ്റീവ് എഴുതാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, ജസ്റ്റ് ഒരു നോട്ട് ആഡ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, ഇപ്പോൾ ഐ വിൽ നോട്ട് ബി വർക്കിംഗ് ടുമോറോ, അപ്പോൾ അത് നെഗറ്റീവ് ആവും, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഇസ് വിൽ ഹി ബി അറ്റൻഡിങ് ദ മീറ്റിംഗ്? ഹി വിൽ ബി അറ്റൻഡിങ് ദ മീറ്റിംഗ്. Will Rani be traveling at night? Rani will be traveling at night. Will Rajiv be teaching maths? Rajiv will be teaching maths. And will Anu be busy today? Anu will be busy today. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് v1 പ്ലസ് ing തന്നിട്ടില്ല. അതെന്താന്ന് വിചാരിക്കേണ്ട, വില്ലും ബിയും വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് തന്നെയാണ്. വേർബിൻ്റെ ing കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് തെറ്റാണെന്ന് വിചാരിക്കേണ്ട. ഓക്കെ, വേർബിൻ്റെ ing എപ്പോഴും വേണം, ബട്ട് ഫ്യൂ കേസസിൽ നമുക്കതില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, എല്ലാ കണ്ടിന്യൂസ് ടെൻസസിലും വേർബിന് ing ഫോം ആയിരിക്കും. പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് എല്ലാത്തിലും, അതേപോലെ പെർഫെക്റ്റ് കണ്ടിന്യൂസിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, നൗ മൂവിങ് ടു ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, സോ ലെറ്റ് മീ കോൾ നിരഞ്ജന. ക്യാൻ യു റീഡ് ദ ക്വസ്റ്റ്യൻസ്? Okay, what about Jia? Hi Jia, can you read the questions? Yes, ma'am. Will you have saved 2 lakh rupees? Will you have bought a new car by 2024? Will she have traveled for 5 hours? Will he have completed the assignment? Will dad have gone to London the next week? Will Mala have driven to Chennai? Very good. Okay, so will you have saved 2 lakh rupees? അപ്പോൾ ഞാൻ ഈ ടെൻസിൻ്റെ യൂസ് ലാസ്റ്റ് ക്ലാസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം ഫ്യൂച്ചറിൽ ഏതോ ഒരു സമയത്തെ എൻഡ് ആവുള്ളൂ എന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാൻ പാസ്റ്റിൽ കുറച്ച് പൈസ സേവ് ചെയ്യാൻ തുടങ്ങി, ഇപ്പോൾ അതൊരു 1 lakh ആയി, പക്ഷെ അത് ഞാൻ നെക്സ്റ്റ് ഇയറിലേ എനിക്കത് എൻഡ് ആവുള്ളൂ, ആ സേവിങ്സ് ഞാൻ അവസാനിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പറയാം ഐ വിൽ ഹാവ് സേവ്ഡ് ഒരു 2 lakhs ആകുമ്പോൾ ഞാൻ നിർത്തും എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് പറയാം ഐ വിൽ ഹാവ് സേവ്ഡ് 2 lakhs ബൈ 2025 ജനുവരി. ഓക്കെ, അപ്പോൾ പാസ്റ്റിലേ ഞാൻ സേവിങ്സ് തുടങ്ങി, ബട്ട് നെക്സ്റ്റ് ഇയർ ജനുവരിയിലേ ഞാൻ നിർത്തുള്ളൂ, സേവിങ്സ് നിർത്തുള്ളൂ. അത് എപ്പോഴാണ്? 2 lakhs ആകുമ്പോൾ ഞാൻ നിർത്തും. ഓക്കെ, സോ വിൽ യു ഹാവ് സേവ്ഡ് 2 lakh rupees. അപ്പോൾ സ്ട്രക്ചർ എന്താണ് ഈ ടെൻസിൻ്റെ? സബ്ജക്റ്റ് പ്ലസ് will have plus v3 plus object. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ സബ്ജക്റ്റ് പ്ലസ് will have plus v3 plus object. അപ്പോൾ നോക്കൂ, will you have saved 2 lakh rupees? അതേപോലെ will you have bought a new car by 2024? by 2024 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒക്ടോബറിലേ ആയിട്ടുള്ളൂ. 2024ൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഡിസംബർ ആകുമ്പോഴേക്കും, ഡിസംബർ 31st ആകുമ്പോഴേക്കും എന്നുള്ള മീനിങ് ആണ്. ഡിസംബർ 31st രാവിലെ ആയാലും കുഴപ്പമില്ല. ഓക്കെ, സോ വിൽ യു ഹാവ് ബോട്ട് എ ന്യൂ കാർ ബൈ 2024? പിന്നെ വിൽ ഷീ ഹാവ് ട്രാവൽഡ് ഫോർ 5 hours? വിൽ ഹീ ഹാവ് കംപ്ലീറ്റഡ് ദ അസൈൻമെൻറ്റ്? വിൽ ഡാഡ് ഹാവ് ഗോൺ ടു ലണ്ടൻ ദ നെക്സ്റ്റ് വീക്ക്? ഓക്കെ, അതായത് വിൽ ഡാഡ് ഹാവ് ഗോൺ ടു ലണ്ടൻ ദ നെക്സ്റ്റ് വീക്ക്. അപ്പം അതിൻ്റെ അർത്ഥം ഇവിടെ പാസ്റ്റിലെ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ്, പക്ഷെ ഫ്യൂച്ചർ ആവുമ്പോഴേക്കും ലണ്ടനിലേക്ക് പോകും. ആ കോണ്ടെക്സ്റ്റിലാണ് അത് പറയുന്നത്. പിന്നെ വിൽ മാല ഹാവ് ഡ്രൈവൺ ടു ചെന്നൈ? അപ്പോൾ വിൽ ഹാവ് എന്ന് വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓൾ റൈറ്റ്, നൗ മൂവിങ് ടു ദ ലാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്.
ദിസ് ഈസ് എ വെരി റെയർലി യൂസ്ഡ് ടെൻസ്. ഒക്കേഷണൽ ആയിട്ടേ നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് അധികം ഇതിൻ്റെ യൂസേജ് നമുക്ക് വരാറില്ല. ബട്ട് ടെൻസ് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കും. Is Asna, can you read the questions, dear? Asna, Farsana. Asna undo? Asna. Okay. What about Joseph? John Joseph? John, can you hear me? Jo Flora teacher. എന്താണ് name? Jo Flora. Jo Flora. Okay, Jo Flora. So can you read the questions? Yeah. Yes, teacher. Will you have been save money for 6 months? Will they have been teaching students? Will you have been driving for an hour while reaching Munnar? Will you have been working in this company for 3 years in November? Will Anu have been teaching English for 3 years in February? Okay, okay. So here you can see, will you have been saving money for 6 months? അതായത് ഞാൻ ഈ സെൻറ്റൻസ് പറഞ്ഞത് ഈ സിറ്റുവേഷന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 6 മാസമായിട്ട് ഞാൻ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാം. 6 മാസമായിട്ട് ഞാൻ 6 months ആയിട്ട് ഞാൻ മണി സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വിൽ യു ഹാവ് ബീൻ സേവിങ് മണി ഫോർ 6 months? അതായത് പാസ്റ്റിൽ തുടങ്ങി പ്രസൻറ്റിൽ കണ്ടിന്യൂ ആവുന്നുണ്ട്, ഫ്യൂച്ചറിലും കണ്ടിന്യൂ ആകും. ബട്ട് ഏതോ ഒരു പോയിന്റ് എത്തുമ്പോഴേ അത് വൈൻഡ് അപ്പ് ആവുള്ളൂ. സോ വെരി സിമിലർ ടു ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന മാത്രമേ ഉള്ളൂ. സോ വിൽ യു ഹാവ് ബീൻ സേവിങ് മണി ഫോർ 6 months? അവിടെ ഒരു വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ വരുന്നുണ്ട് കണ്ടിന്യൂസ് ആകുമ്പോൾ. സോ വിൽ യു ഹാവ് ബീൻ സേവിങ് മണി ഫോർ 6 months? Similarly, will they have been teaching students? അപ്പോൾ ആൻസർ എങ്ങനെയാണ്? they will have been teaching students. ഓക്കെ, അതേപോലെ will you have been driving for an hour while reaching മൂന്നാർ? ഓക്കെ, മൂന്നാർ റീച്ച് ചെയ്യുമ്പോൾ ഞാൻ 1 മണിക്കൂറായിട്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ടാകും. will you have been driving for an hour while reaching മൂന്നാർ? പിന്നെ will you have been working in this company for 3 years in November? ഈ നവംബർ വന്നാൽ ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 years ആയി. ഓക്കെ, അപ്പോൾ എനിക്ക് ചോദിക്കാം will you have been working in this company for 3 years in November? അപ്പോൾ yes, I will have been working in this company for 3 years in November. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണ്? അടുത്തത് will Anu have been teaching for 3 years in February? അപ്പോൾ yes, Anu will have been teaching English for 3 years in February. Okay. So fine, നമുക്കിപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും കഴിഞ്ഞു. സോ വിത്ത് ദിസ് വി ഹാവ് കംപ്ലീറ്റഡ് ടെൻസസ്. അപ്പോൾ ടെൻസസ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. 3 days വേണ്ടി വന്നു അല്ലേ നമുക്ക് ടെൻസസ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് എന്താണ് 3 Saturdays വെച്ചിട്ട് നമ്മൾ ഓരോ ദിവസം ഓരോരോ പാർട്ട് മാത്രം നോക്കി. പ്രസൻറ്റ് ടെൻസ് മാത്രം ഒരു സൈഡ് നോക്കി, പാസ്റ്റ് മാത്രം ഒരിത് നോക്കി, ഫ്യൂച്ചർ മാത്രം ആയിട്ട് നോക്കി. ഓക്കെ, അപ്പം നമുക്ക് ടെൻസസ് കംപ്ലീറ്റ് ചെയ്തു. ടെൻസസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം ടെൻസസിൽ. യെസ്, എനി ഡൗട്ട്സ്? സ്ട്രക്ചറിലോ സെൻറ്റൻസ് ഫോർമേഷനിലോ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്സിലോ എന്തെങ്കിലും ഒരു ഡൗട്ട്സും ഇല്ല? മക്കളെ ഡൗട്ട് ചോദിക്കൂ, അപ്പോഴല്ലേ രസമുള്ളത്. മിസ്സിന് അപ്പോഴല്ലേ ഒരു ത്രില്ല് വരുള്ളൂ. ഡൗട്ട്സ് ചോദിച്ചാൽ നിങ്ങൾ കൂടുതൽ പഠിക്കും, നിങ്ങളുടെ കൂട്ടുകാരും പഠിക്കും. നോ ഡൗട്ട്സ്? കമൻറ്റ് ബോക്സിൽ കൺഫേം ചെയ്ത് നിങ്ങൾക്ക് പറയാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഷ്യൂർ, ചെയ്യാമല്ലോ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഓക്കെ,
ഫ്യൂച്ചറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു കാര്യം നടക്കും എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ബി ട്രാവലിംഗ് ടു കൊച്ചി ടുമോറോ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ രാവിലെ കൊച്ചിക്ക് ട്രാവൽ ചെയ്യുകയായിരിക്കും. അപ്പം ഇതിന് വ്യത്യാസം മനസ്സിലാക്കുക. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഐ വിൽ ട്രാവൽ ടു കൊച്ചി അത്രേ പറയുള്ളൂ. ഐ വിൽ ട്രാവൽ ടു കൊച്ചി. അപ്പം ഞാൻ നാളെ കൊച്ചിക്ക് ട്രാവൽ ചെയ്യും. ഐ വിൽ ട്രാവൽ ടു കൊച്ചി ടുമോറോ. അതേസമയം ഐ വിൽ ബി ട്രാവലിംഗ് ടു കൊച്ചി ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും എന്നർത്ഥം വരും. ഓക്കെ, ഇപ്പോൾ ഐ വിൽ ഡു ദ ഹോംവർക്ക് ടുമോറോ, അതിൻ്റെ അർത്ഥം ഞാൻ നാളെ ഹോംവർക്ക് ചെയ്യും. ഐ വിൽ ബി ഡൂയിങ് ദ ഹോംവർക്ക് ടുമോറോ എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചേഴ്സ് തമ്മിൽ മനസ്സിലാക്കുക. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ ബി പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ ബി പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ക്ലിയർ ആണോ? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? യെസ്, ഓക്കെ, വെരി ഗുഡ്. എനി അതർ ഡൗട്ട്സ്? Shall I move to the next topic? Adjectives സ്റ്റാർട്ട് ചെയ്യട്ടെ. നമ്മുടെ ഫോർത്ത് പാർട്ട് ഓഫ് സ്പീച്ച് adjectives ആണ്. ഓക്കെ, ഫൈൻ. അപ്പം നമുക്ക് adjectives സ്റ്റാർട്ട് ചെയ്യാം ഇന്ന്. ടോട്ടലി നമ്മുടെ 8 പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ 3 പാർട്സ് ഓഫ് സ്പീച്ച് കംപ്ലീറ്റ് ചെയ്തു. ദാറ്റ് ഈസ് നൗൺ, പ്രൊനൗൺ, വേർബ് കംപ്ലീറ്റ് ചെയ്തു. വേർബ് കഴിഞ്ഞിട്ടാണ് ടെൻസസ് തുടങ്ങിയത്. കാരണം വേർബും ടെൻസസും റിലേറ്റഡ് ആയതുകൊണ്ട്. ഇതിൽ V1, V2, V3 എന്നൊക്കെ വരുന്നില്ലേ, അതുകൊണ്ടാണ് ടെൻസ് ഉടനെ പഠിപ്പിച്ചു തന്നത്. വേർബും ടെൻസസും റിലേറ്റഡ് ആണ്. ഇനി നമുക്ക് ടെൻസ് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിലേക്ക് തിരിച്ചു വരാം. സോ വി ക്യാൻ സ്റ്റാർട്ട് ദ ഫോർത്ത് പാർട്ട് ഓഫ് സ്പീച്ച്, adjectives. So what are adjectives? What are adjectives? നിങ്ങളുടെ ആൻസേഴ്സ് ആദ്യം എനിക്ക് വേണം. adjectives എന്താണ്? ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് അല്ലേ? Ma'am, is it describing word? Yes, adjectives are describing words. Okay, what do they describe? എന്തിനെയാണ് describing words എന്ന് എന്തിനെയാണ് adjectives describe ചെയ്യുന്നത്? Noun, okay, only nouns. നൗൺസിനെ മാത്രമാണോ ഡിസ്ക്രൈബ് ചെയ്യുക? ഓബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യും. ഓക്കെ, ഓബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യും. അപ്പൊ സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും ഡിസ്ക്രൈബ് ചെയ്യും. ശരി, നെയിം പ്ലേസ്, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് അത് അങ്ങനെ ഇരിക്കട്ടെ. നെയിം പ്ലേസ്, നെയിം പ്ലേസ് എന്ന് പറയുന്നത് തന്നെയാണല്ലോ നൗൺ എന്ന് പറയുന്നത്. അനന്യ പറഞ്ഞു പ്രൊനൗൺസ്. നൗൺസ് ആൻഡ് പ്രൊനൗൺസ് രണ്ടിനെയും ഡിസ്ക്രൈബ് ചെയ്യും ആര്? adjectives. So an adjective is a word that describes a noun or a pronoun in a sentence. ഓക്കെ, അത് നൗണും പ്രൊനൗണും ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, സബ്ജക്റ്റ് ആയിട്ട് വന്നാലും ശരി, ഒബ്ജക്റ്റ് ആയിട്ട് വന്നാലും ശരി, adjectives will describe this subject or object in a sentence. For example, he looks beautiful. He looks beautiful. അവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഹീ എന്ന് പറയുന്ന പ്രൊനൗണിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതേസമയം മനു ലുക്സ് ഹാൻസം. മനു ലുക്സ് ഹാൻസം. അവിടെ ഹാൻസം എന്ന് പറയുന്നത് മനു എന്ന് പറയുന്ന നൗണിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ adjectivesന് നൗണിനെയും ഡിസ്ക്രൈബ് ചെയ്യാം, പ്രൊനൗൺസിനെയും ഡിസ്ക്രൈബ് ചെയ്യാം. ഇനി ഞാൻ സബ്ജക്റ്റ് ആയിരുന്നു. ഇപ്പം ഇവിടെ ഹീ എന്നതും മനു എന്നതും ഒക്കെ എന്താണ്? ഒന്ന് നൗണും ഒന്ന് പ്രൊനൗൺ ആയിരുന്നു. പക്ഷെ ഇവരൊക്കെ സബ്ജക്ട്സ് ആയിരുന്നു. ഇനിയിപ്പോൾ ഓബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. സോ ഫ്ലവർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആണ്, നൗൺ ആണ്. നൗണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒബ്ജക്റ്റിനെയാണ് ഇവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ലേഡി. ഷീ ഈസ് ആൻ അമേസിംഗ് ലേഡി.
അപ്പോൾ അവിടെ ലേഡീനെയും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഷീനെയും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. രണ്ടും ഒരാളെ തന്നെയാണ് മീൻ ചെയ്യുന്നത്. ആ ഷീ തന്നെയാണ് ഇവിടുത്തെ ലേഡിയും. ഇറ്റ്സ് ഇൻഡിക്കേറ്റ്സ് ദ സെയിം പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒബ്ജക്റ്റിനെയും സബ്ജക്റ്റിനെയും ഒരുമിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. സോ adjectives are describing words that can qualify a noun or a pronoun in a sentence. So what are adjectives? So Shika, can you read the definition, first 2 points? Shika, are you there? Yes, teacher. Yeah. Adjectives are words that describe and give information about nouns or pronouns. Words such as big, small, good, bad, cruel, kind, bitter, sweet, etc. are adjectives that tell you about the different qualities of noun. Teacher, may I continue? That's enough. Thank you. So, adjectives are words that describe and give additional information about nouns or pronouns. So, adjectives endana that describe and give additional information about nouns and pronouns. So, words such as big, small, good, bad, cruel, kind, sweet, bitter, etc. are adjectives that tell you about the different qualities of a noun. നൗ അഡ്ജക്റ്റീവ്സിനെ എവിടെ പ്ലേസ് ചെയ്യണം? ഇത് പല കുട്ടികൾക്കും ഒരു ഡൗട്ടാണ്. നമുക്ക് പഠിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ടാണ്. ഒരു നൗണിന് ബിഫോർ ആണോ ആഫ്റ്റർ ആണോ, അല്ല പ്രൊനൗണിൻ്റെ ബിഫോർ ആണോ ആഫ്റ്റർ ആണോ, എങ്ങനെ വേണമെങ്കിലും വരാം. ആഡ്ജക്റ്റീവ്സ് ആർ പ്ലേസ്ഡ് ബിഫോർ ഓർ ആഫ്റ്റർ എ നൗൺ ഓർ എ പ്രൊനൗൺ ഇൻ എ സെൻറ്റൻസ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ മനു ലുക്സ് ഹാൻസം. മനു ലുക്സ് ഹാൻസം എന്ന് പറയുമ്പോൾ മനു കഴിഞ്ഞിട്ടാണ് ഹാൻസം വരുന്നത്. അതേസമയം ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുമ്പോൾ ഗേളിന് മുൻപാണ് അവിടെ ബ്യൂട്ടിഫുൾ വരുന്നത്. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് adjectives can be written either before or after a noun or a pronoun in a sentence. Now we are going to check the types of adjectives. There are basically 6 types of adjectives in English. So let's understand each one of them in detail. All right, 6 types ആണ് പറയുന്നത്. ടൈപ്സ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ് കേട്ടോ. So the first 2 types are adjectives of quality and adjectives of quantity. Adjectives of quality പേരിൽ തന്നെയുണ്ട്. ഒരാളുടെ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റി പറയാം, അതിൻ്റെ മേന്മ പറയാം. They are called adjectives of quality. Adjectives of quantity എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി, അളവ് കാണിക്കുന്ന വേർഡ്സ്, ക്വാണ്ടിഫയേഴ്സ് ഇല്ലേ, അതിനെയാണ് adjectives of quantity എന്ന് പറയുന്നത്. So first നമുക്ക് ക്വാളിറ്റീൻ്റെത് നോക്കാം. Adjectives of quality are used to describe the kind or quality of a noun or pronoun. For example, good, bad, clean, sweet, nice, etc. So we have 2 examples here. So Ananya, can you read the examples? Good, bad, clean, sweet, nice. Okay. You can read the example sentences also. She's a good girl. The climate is too bad. Okay. So she is a good girl. അവിടെ good ആണ് adjective. The climate is too bad. അവിടെ bad ആണ് adjective. Okay. Next is adjectives of quantity. Quantity എന്ന് പറഞ്ഞാൽ ഒരു അളവ് പറയുന്ന വേർഡിനെയാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്വാണ്ടിഫയർ എന്ന് നമ്മൾ പറയും. So adjectives of quantity tell us how much of a thing is there. ഒരു സാധനം എത്രയുണ്ട് എന്ന് പറയാനാണ് adjectives of quantity നമ്മൾ യൂസ് ചെയ്യുന്നത്. So they are used for uncountable nouns. So മക്കളെ, നമ്മൾ nouns പഠിച്ചപ്പോൾ 2 types of nouns പഠിച്ചില്ലേ? Countable nouns and uncountable nouns. അതിൽ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന വേർഡ്സിനെ മാത്രമാണ് നമ്മൾ adjectives of quantity എന്ന് പറയുന്നത്. adjectives of quantity എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന വേർഡ്സ്. അപ്പോൾ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നവർ adjectives അല്ലേ? ആണ്. അവരെ നമ്മൾ തേർഡ് ടൈപ്പിൽ പഠിക്കും. adjectives of number എന്ന് പറഞ്ഞിട്ട് പഠിക്കും. ഓക്കെ. adjectives of quantity എന്തൊക്കെയാണ് നോക്കാം. some, little, a little, the little, much and enough. ഇതൊക്കെയാണ് some, little, a little, the little, much and enough. Okay, so let me call Gia. You can read the 2 examples. Give me some water. There is a little oil left in the can.
Okay, so water is an uncountable noun, so we are using some. Similarly, there is a little oil left in the can. So oil is again an uncountable noun, so you are using the quantifier little. So these are called adjectives of quantity. Now moving to the third type, adjectives of number. ഇവിടെ നമ്മൾ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ക്വാണ്ടിഫയേഴ്സിനെ യൂസ് ചെയ്യും. സോ adjectives of number inform us how many things there are. ഇവിടെ how much എന്നാണ് പറയുന്നത്. Adjectives of quantity ക്ക് how much of a thing is there. ഇവിടെ how many of things are there. അപ്പോൾ മെനിയും മച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താ? മെനി എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പറയുള്ളൂ, മച്ച് എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കൂടെ പറയുള്ളൂ. ആൻഡ് ദേ ആർ യൂസ്ഡ് ഫോർ countable nouns. So for example, few, a few, many, any, more, lots of, a lot of, etc. These are called adjectives of number. And adjectives of numberൽ നമുക്ക് ഈ പറയുന്ന വേർഡ്സ് മാത്രമല്ല, കാർഡിനൽ നമ്പേഴ്സും ഓർഡിനൽ നമ്പേഴ്സും കൂടെ വരും. കാർഡിനൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 നമ്മുടെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്നല്ലേ, കൗണ്ടിങ് നമ്പേഴ്സ്. ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ലാസ്റ്റ്, ഇതിനൊക്കെയാണ് നമ്മൾ ഓർഡിനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂ, മെനി, മോർ അതും വരും, കാർഡിനൽസും ഓർഡിനൽസും കൂടെ വരും. ഓൾറൈറ്റ്, എനി ഡൗട്ട്സ്? No doubts? Okay. Okay. So now we can move to the next type, adjectives of, demonstrative adjectives. Demonstrative adjectives എന്ന് പറഞ്ഞാൽ demonstrative pronouns എന്ന് നിങ്ങൾ 4 എണ്ണം പഠിച്ചിട്ടുണ്ട്, ഓർമ്മയില്ലേ? this, that, these, those. അതിൻ്റെ കൂടെ 2 വേർഡ്സും കൂടെ ആഡ് ചെയ്യുക, this, that, these, those, here and there. this, that, these, those, here and there. ഇവിടെ, അവിടെ. So demonstrative adjectives such as this, that, these, those, here and there are words that point to the nouns they precede. അതായത് ഒരു നൗണിനെ പോയിന്റ് ചെയ്ത് കാണിക്കാൻ, ചൂണ്ടിക്കാണിക്കാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഈ this, that, these, those, here and there. And they are demonstrative adjectives. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സിൽ വേറെ ചില എക്സാമ്പിൾസും കൂടെ ഉണ്ട്. അതായത് certain, such and yonder. യോണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ദൂരം, എ സ്മോൾ ഡിസ്റ്റൻസ്. ഓക്കെ, യോണ്ടർ, യോണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഡിസ്റ്റൻസിനെയാണ് യോണ്ടർ എന്ന് പറയുന്നത്. സോ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, ഹിയർ, ദർ, പിന്നെ certain, such and yonder. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ടു ദ ലാസ്റ്റ് 2 types, interrogative adjectives and possessive adjectives. Interrogation എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? To interrogate means to question, അല്ലേ? interrogative sentences പഠിച്ചിട്ടില്ലേ? അപ്പോൾ interrogative adjectives എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 3 വേർഡ്സ് ഓർത്താൽ മതി, ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. what, which and whose. What are those 3 words? what, which and whose. what, ഏത്, which, what, എന്ത്, which, ഏത് and whose, ആരുടെ. So what, which and whose are the 3 interrogative adjectives. ഈ 3 എണ്ണേ വരുള്ളൂ. And the last type of adjective is possessive adjectives. Possessive adjectives എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, possessive pronouns പഠിച്ചില്ലേ? എൻ്റേത്, നിൻ്റേത്, അവൻ്റേത്, അവളുടേത്. They are called possessive adjectives. So possessive adjectives are words such as our, his, her, my, your, പിന്നെ its, their അതും കൂടെ ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, ദെയർ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. അതിൻ്റെ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, അവരുടെ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. ഓക്കെ, സോ പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ പൊസസീവ് പ്രൊനൗൺസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എനി ഡൗട്ട്സ്? ഓക്കെ, ഫൈൻ. സോ നമുക്ക് ടോട്ടലി സ്ക്രീൻ കാണുന്നില്ല? ജസ്റ്റ് എക്സിറ്റ് ആൻഡ് കം ബാക്ക്. ഓക്കെ, so totally there are 6 types of adjectives. Adjectives എന്താണെന്ന് നോക്കി, adjectives of quality, adjectives of quantity,
adjectives of quality, adjectives of quantity, adjectives of number, then demonstrative adjectives, interrogative adjectives and possessive adjectives. Possessive adjectives എന്ന് പറഞ്ഞാൽ ഒരു പൊസഷൻ കാണിക്കുക, എന്തെങ്കിലും നമ്മൾ എന്താ പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ പൊസസ് എ കാർ, ഐ പൊസസ് എ ഹൗസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒന്ന് നമ്മൾ കൈവശം വെച്ചിരിക്കുക എന്നുള്ള അർത്ഥം. അപ്പം നമ്മൾ കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പൊസഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റേത്, നിൻ്റേത്, അവരുടേത്, അവരുടേത്, ഞങ്ങളുടേത് എന്നൊക്കെ പറയുന്നത് എന്താണ്? പൊസഷൻസ് ആണ്. അപ്പോൾ പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ മൈ മീൻസ് എൻ്റേത്, യുവർ മീൻസ് നിൻ്റേത്, ഹിസ് മീൻസ് അവൻ്റേത്, ഹേർ മീൻസ് അവളുടേത്, അവർ മീൻസ് ഞങ്ങളുടേത്, ആൻഡ് ദെയർ മീൻസ് അവരുടേത്. ഇതിനെയാണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെരി സിമിലർ ടു പൊസസീവ് പ്രൊനൗൺസ്. പൊസസീവ് പ്രൊനൗൺസും ഇതും തമ്മിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അതിലെല്ലാത്തിലും എസ് ചേർക്കും. യുവേഴ്സ്, അവേഴ്സ്, ദെയേഴ്സ്, ഇറ്റ്സ്, ഹേഴ്സ്, എസ് ചേർക്കും. ഇതിൽ എസ് ഇല്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇത് കൂടാണ്ട് രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട്, അഡ്ജക്റ്റീവ്സ് ഓഫ് ടൈം ആൻഡ് പൊസിഷൻ. സോ അഡ്ജക്റ്റീവ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ലേറ്റർ, ലേറ്റസ്റ്റ്, യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ, ഇതിന് അഡ്ജക്റ്റീവ്സ് ഓഫ് ടൈം എന്ന് പറയും. ഇതൊക്കെയാണ് ലേറ്റർ, ലേറ്റസ്റ്റ്, യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ. ദേ ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ടൈം. ഇനി അഡ്ജക്റ്റീവ്സ് ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ലാറ്റർ, ലാസ്റ്റ് ആൻഡ് നെക്സ്റ്റ്. സ്റ്റുഡൻസ് എക്സ്ക്യൂസ് മീ, ഒരു ഇമ്പോർട്ടൻറ്റ് കോളാണ്. I will be back, okay?
Yes, students, I'm back. Very sorry, it was a very important call from a person. Okay. Yes. So, adjectives such as later, latest, yesterday, today, and tomorrow. These words are used to indicate a time. Okay. Whereas adjectives such as latter, last, and next are used to indicate a position. ഓക്കെ ലേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയായിരിക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ, ഹി വിൽ റെസ്പോണ്ട് ലേറ്റർ, ഹി വിൽ റിപ്ലൈ ലേറ്റർ, അങ്ങനെയൊക്കെ പറയുന്നത്. എന്താണ് ഈ ലാറ്റർ? LATTER, ലാറ്റർ. ലാറ്റർ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇമാജിൻ ദർ ആർ 2 സ്റ്റുഡൻസ്, അനു ആൻഡ് മനു. ഓക്കെ, അപ്പം ഞാൻ പറയാണ്, അനു ആൻഡ് മനു ആർ സ്റ്റഡിയിങ് ഇൻ 10th സ്റ്റാൻഡേർഡ്. But the latter is a lazy student. Latter എന്ന് പറഞ്ഞാൽ രണ്ടാമൻ. അതായത് അനു ആൻഡ് മനു എന്ന് പറഞ്ഞപ്പോൾ അതിൽ ആരാ സെക്കൻഡ് നെയിം ആരുടേതാണ്? മനുവിൻ്റെ. അനു ആൻഡ് മനു എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് അനുവിൻ്റെ പേര്, രണ്ടാമത് പറയുന്നത് മനുവിൻ്റെ പേര്. അപ്പോൾ അവിടെ മനുവിനെയാണ് ഞാൻ ലാറ്റർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനു ആൻഡ് മനു ആർ മൈ സ്റ്റുഡൻസ്, ബട്ട് ദ ലാറ്റർ ഇസ് എ ലേസി വൺ. അപ്പോൾ ആദ്യം പറയുന്ന ആളെ നമ്മളിപ്പോൾ എന്ത് പേരിൽ പറയും? ഫോർമർ എന്ന് പറയും. എന്താണ്? ഫോർമർ. ദ ഫോർമർ ഇസ് ബ്രില്യൻറ്റ് ബട്ട് ദ ലാറ്റർ ഇസ് വീക്ക്. അതിൻ്റെ അർത്ഥം അനു ബ്രില്യൻ്റ് ആണ്, പക്ഷെ മനു വീക്കാണ്. വേർഡ്സ് എന്തൊക്കെയാണ്? ഫോർമർ ആൻഡ് ഓപ്പോസിറ്റ് ഇസ് ലാറ്റർ. ഓക്കെ, സോ adjectives such as latter, last and next indicate position. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ലെറ്റ് മീ കോൾ Diya. Diya, you can read the examples. Is the latest news flash between Rajiv and Raj. I think the latter or in English. The last thing has to try. Okay, actually Diya's voice was having a lot of issues. ഒരുപാട് ബ്രേക്ക് ഉണ്ടായിരുന്നു. Flora, can you read the examples? Yes, teacher. Yes, Flora. Please remind me later about the letter. Could you please turn on the TV for the latest news flash between Rajiv and Raji? I think the latter is more proficient in English. Speaking is the last thing that Ram wants to try. Get ready for the next round of competition. ഓക്കെ, വെരി ഗുഡ്. അവിടെ പ്ലീസ് റിമൈൻഡ് മീ ലേറ്റർ അബൌട്ട് ദ ലെറ്റർ. അപ്പോൾ ലെറ്ററിനെ കുറിച്ചിട്ട് പിന്നീട് എന്നെ ഓർമ്മിപ്പിക്കൂ. അപ്പോൾ ലേറ്റർ. പക്ഷേ തേർഡ് എക്സാമ്പിൾ നോക്കൂ. ബിറ്റ്വീൻ രാജീവ് ആൻഡ് രാജി ഐ തിങ്ക് ദ ലാറ്റർ ഇസ് മോർ പ്രൊഫിഷ്യൻ്റ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ലാറ്റർ എന്ന് അപ്പോൾ ഇവിടെ ലാറ്റർ ആണ് ഇംഗ്ലീഷിൽ കൂടുതൽ പ്രൊഫിഷ്യൻ്റ്. അപ്പോൾ ഇവിടെ ആരാ ലാറ്റർ? ഈ സെൻറ്റൻസിൽ ഹൂ ഇസ് ലാറ്റർ? Raji. രാജി ഈസ് ദ ലാറ്റർ. ആൻഡ് ഇവിടുത്തെ അപ്പോൾ രാജീവിനെ നമ്മൾ എന്താ പറയുക? രാജീവിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ എന്ത് ഈ വേർഡാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്? Former. ഫോർമർ. വെരി ഗുഡ്. ഇപ്പം ഞാൻ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ബിറ്റ്വീൻ രാജീവ് ആൻഡ് രാജി ദ ഫോർമർ ഇസ് മോർ പ്രൊഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ രാജീവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് സ്പീക്കിംഗ് ഇസ് ദ ലാസ്റ്റ് തിങ് ദറ്റ് റാം വാണ്ട്സ് ടു ട്രൈ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഗെറ്റ് റെഡി ഫോർ ദ നെക്സ്റ്റ് റൗണ്ട് ഓഫ് കോമ്പറ്റീഷൻ. സോ വിത്ത് ദിസ് അഡ്ജക്റ്റീവ്സ് ഓഫ് ടൈം ആൻഡ് പൊസിഷൻ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമുക്ക് പോസിറ്റീവ് അഡ്ജക്റ്റീവ്സും നെഗറ്റീവ് അഡ്ജക്റ്റീവ്സും മാത്രം ഒന്ന് നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. പോസിറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വേർഡ്സ് പഠിച്ചില്ലേ, അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സം, ലിറ്റിൽ, സം, എ ലിറ്റിൽ, എ ഫ്യൂ, മെനി, മച്ച്, മോർ. ഇതൊക്കെ എന്താണ്? പോസിറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഇതൊക്കെ എന്താണ്? അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. ചിലത് അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ ആണ്. ഇനി നെഗറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണെങ്കിൽ എനി, നൺ, ഫ്യൂ, ലിറ്റിൽ, ഇതൊക്കെയാണ് നെഗറ്റീവ് അഡ്ജക്റ്റീവ്സ്. എ ലിറ്റിൽ, എ ഫ്യൂ എന്ന് വന്നാൽ പോസിറ്റീവ്, ഫ്യൂ, ലിറ്റിൽ എന്ന് വന്നാൽ നെഗറ്റീവ്. ആൻഡ് ഇതിൽ സം,
എ ലിറ്റിൽ എന്നൊക്കെ പറയുന്നത് adjectives of quantity, uncountable nounsന്റെ കൂടെ വരും. എ ഫ്യൂ, മെനി, മച്ച്, മോർ ഇതൊക്കെ adjectives of number ആണ്, countable nounsന്റെ കൂടെ വരും. പിന്നെ എനി, നൺ ഇത് രണ്ടും കൗണ്ടബിൾ ആണ് പക്ഷെ നെഗറ്റീവ് ആണ്. ഫ്യൂ, ലിറ്റിൽ, ഫ്യൂവും അതേപോലെ കൗണ്ടബിൾ ആണ് പക്ഷെ നെഗറ്റീവ് ആണ്. ലിറ്റിൽ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ, നെഗറ്റീവ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്ലാസ് ഓർ വി ക്യാൻ ഡു ഇറ്റ് നൗ ഇറ്റ്സെൽഫ്. ഐ തിങ്ക് ഇതൊന്ന് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം. ഐഡന്റിഫിക്കേഷൻ ഓഫ് ആഡ്ജക്റ്റീവ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആഡ്ജക്റ്റീവ്സ് എങ്ങനെ ഫോം ആവുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കും. ഓക്കെ, സോ വി ഷുഡ് കംപ്ലീറ്റ് ദ ക്ലാസ് വിത്ത് ദിസ് ആക്ടിവിറ്റി. First I will start with Ananya. Just you have to identify the adjective. Okay, which story did you like the most in this book? ഏതാണ് ഇവിടുത്തെ adjective? Adjectives of quality. Okay, ഏതാണ് word ഏതാണ്? Like. Like അല്ലടാ, like verb അല്ലേ? Okay, any other guesses? No. ആർക്കെങ്കിലും അറിയോ? Okay, fine. I will tell you most. Most ആണ് ഇവിടെ. Okay, most എന്നുള്ള word ആണ് നമ്മളുടെ adjective ആയിട്ട് എടുക്കുന്നത്. Okay, fine. So, okay, next one. Let me call Dia. Sentence വായിക്കുക, നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാം. ദിയ വായിച്ചു നോക്കിക്കോളൂ, കുഴപ്പമില്ല കേട്ടോ. ദിയ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ലെറ്റ് മീ കോൾ ഫ്ലോറ. Flora, you can read the example and identify the adjectives. Okay, teacher. Your mic is off. ആരാ വായിക്കുന്നത്? ഫ്ലോറ. I heard some horror stories from my grandfather about haunted houses in our town. ഓക്കെ, haunted ആണ്, hunted അല്ല, haunted. Okay. Okay, what are the adjectives here? Some. Okay, then Horror stories. horror stories. Very good. Horror. Some എന്ന് പറഞ്ഞാൽ adjective of quantity ആണ്. Horror എന്ന് പറയുന്നത് adjective of quality ആണ്. പിന്നെ ഒന്നും കൂടെ ഉണ്ടല്ലോ. Haunted houses. Haunted എന്ന് പറയുന്നത് എന്താണ്? adjective of quality. എങ്ങനത്തെ വീടിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് haunted house. ഓക്കെ, calm house, beautiful house എന്നൊക്കെ പറയുന്ന പോലെ haunted house. അപ്പോൾ haunted എന്ന് പറയുന്നത് എന്താണ്? ഒരു haunted ഒരു adjective of quality ആണ്. അതുപോലെ horror stories, പലതരം സ്റ്റോറീസ് ഉണ്ട്, അതിൽ horror story, horror എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ആണ്. Next one can be done by Gia. This apartment needs to be whitewashed. This. Okay, എന്ത് adjective ആണത്? ഓർമ്മയുണ്ടോ? Demonstrative adjective. Demonstrative adjective. Very good. Yes, the fourth one is for Shikha. Yes, teacher. Teacher. Yeah. Certain crackers are very harmful for our ears. Harmful is the adjective. And there is one more. I think certain. Certain. Do you remember what adjective it is? No, teacher. Oh, What? it's a demonstrative adjective. Okay. It's a demonstrative adjective. Find this, that, these, those, here, there, then certain, such, and yonder. Okay. Okay, teacher. Okay. Next is for Niranjana. Oh, Niranjana has left the meet. She knows. ഞാൻ അടുത്തത് അവളെയാണ് വിളിക്കാന്ന് അറിയാം. Okay. ദിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. Yes, come. ദിയ ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ദിയ, ഫിഫ്ത്ത് വൺ.
Okay, Niranjana, can you read the fifth one? Guys, it is already 9. We have to complete fast. Whose bag is this? Okay, so what is the adjective here? Whose ആണ്? Whose? Very good. What adjective is that? Adjective of interrogation or interrogative adjectives. Okay, very good. So the last one, sixth one ആരാണ് ചെയ്യുന്നത്? Let me call Jia. Did you meet my father yesterday? Hmm. Ma'am, My, okay, what adjective is that? possessive adjective. Possessive, very good. And there is one more, yesterday. Okay, Adjective of ma'am. time. Adjective of time. Okay, fine. So this is all about the basics of adjectives. So we shall continue in the next class. Okay, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുക ഗ്രൂപ്പിൽ. Okay, fine. So thank you students. See you in the next class.